സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന വിഷയത്തിലേക്കാണ് അല്ലേ? നമ്മുടെ കയ്യിലുള്ള ഈ ലേഖനങ്ങളും നോട്ടുകളും ഒക്കെ വെച്ച് ഒന്ന് ആഴത്തിൽ നോക്കാം. അതെ. നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്തെ അറിയുന്നത്, ഓർക്കുന്നത്, ചിന്തിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ മനസ്സിന്റെ പ്രവർത്തനം അതാണല്ലോ ഇതിന്റെ കാതൽ. തീർച്ചയായും. ഇത് പണ്ടത്തെ ആ ബിഹേവിയറിസം പോലെ വെറും പുറമേ കാണുന്ന പെരുമാറ്റം മാത്രമല്ല നോക്കുന്നത്. അല്ല, അതിനപ്പുറം തലച്ചോറിനുള്ളിൽ നടക്കുന്ന ചിന്ത, ഓർമ്മ, അങ്ങനെയുള്ള കാര്യങ്ങളെ തന്നെ നേരിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു. അതായത് ആ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ പോലെയാണോ? ഒരു കമ്പ്യൂട്ടർ ഡേറ്റ എടുക്കുന്ന പോലെ? ഒരു താരതമ്യം പറയാറുണ്ട്. എന്നാലും മനസ്സ് അതിനേക്കാളൊക്കെ എത്രയോ സങ്കീർണമാണ്. പക്ഷെ ആ ഒരു ചിന്ത മനസ്സിലാക്കാൻ സഹായിക്കും. ശരിയാണ്. ഈ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ദിവസവും അറിയാതെ ചെയ്യുന്ന പല കാര്യങ്ങളിലും ഇതുണ്ടല്ലോ. ഒരു ഉദാഹരണം, ഈ പ്രൂഫ് റീഡിംഗ്. നമ്മൾ നല്ല ശ്രദ്ധിച്ചു വായിച്ചാലും ചിലപ്പോ വളരെ വ്യക്തമായ തെറ്റുകൾ കാണാതെ പോകുന്നത്. അതെന്താ അങ്ങനെ? അതൊരു നല്ല പോയിന്റാണ്. അവിടെയാണ് ഈ പെർസെപ്ഷൻ, അതായത് നമ്മൾ കാര്യങ്ങളെ എങ്ങനെ ഗ്രഹിക്കുന്നു എന്നതും അറ്റൻഷൻ, ശ്രദ്ധ, ഇവയുടെയൊക്കെ ഒരു കളി വരുന്നത്. നമ്മളൊരു വാചകം മുഴുവനായിട്ടല്ല പലപ്പോഴും വായിക്കുന്നത്. പരിചിതമായ വാക്കുകളുടെ ആ ഒരു പാറ്റേൺ, ആ രൂപം വെച്ചാണ് നമ്മൾ വേഗത്തിൽ പോകുന്നത്. അപ്പോ അതിനിടയിൽ ചില തെറ്റുകൾ ശ്രദ്ധിക്കാതെ പോകാം. നമ്മൾ എന്താണോ കാണാൻ പ്രതീക്ഷിക്കുന്നത് അതും ഒരു ഘടകമാണ്. ശരി ശരി. അതുപോലെ ഇപ്പോ ഒരു ഫോൺ നമ്പർ കിട്ടി, പെട്ടെന്ന് പേനയില്ല, നമ്മളത് ഓർക്കാൻ വേണ്ടി മനസ്സിലിങ്ങനെ ഉരുവിട്ടോണ്ടിരിക്കില്ലേ, ഡയലി ചെയ്യുന്നത് വരെ? അതെ അതെ. അത് ഹ്രസ്വകാല ഓർമ്മയുടെ, അല്ലെങ്കിൽ ഈ വർക്കിംഗ് മെമ്മറി എന്ന് പറയില്ലേ, അതിന്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ്. വർക്കിംഗ് മെമ്മറി. അതെ. കുറച്ച് വിവരങ്ങൾ കുറഞ്ഞ സമയത്തേക്ക് മനസ്സിൽ പിടിച്ചു നിർത്താനുള്ള ആ ഒരു കഴിവ്. ഈ ചെറിയ ഉദാഹരണങ്ങൾ പോലും നമ്മുടെ മനസ്സിന്റെ ശേഷിയും അതിന്റെ പരിമിതികളും കാണിച്ചു തരുന്നുണ്ട്. അപ്പോ ഈ പെർസെപ്ഷൻ, അറ്റൻഷൻ, മെമ്മറി, ഇതൊക്കെയാണ് പ്രധാന ഏരിയകളെന്ന് പറയാം അല്ലേ? അതെ, അവ വളരെ പ്രധാനപ്പെട്ടവയാണ്. പക്ഷേ കോഗ്നിറ്റീവ് സൈക്കോളജി അവിടെ നിൽക്കുന്നില്ല. അതിന്റെ വ്യാപ്തി കുറച്ചുകൂടി വലുതാണ്. നമ്മൾ എങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്? പ്രോബ്ലം സോൾവിംഗ്. അതെ. പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്നത്, ഡിസിഷൻ മേക്കിംഗ്, ഭാഷ, നമ്മൾ എങ്ങനെ ഭാഷ ഉപയോഗിക്കുന്നു, മനസ്സിലാക്കുന്നു. ഭാഷയും ഇതിൽ വരും. തീർച്ചയായും. ഭാഷാ പഠനം, ഉപയോഗമൊക്കെ ഇതിലുണ്ട്. പിന്നെ ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവില്ലേ, അത് നമ്മൾ മനസ്സിൽ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്? നോളജ് റെപ്രസെന്റേഷൻ എന്ന് പറയും. ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. കൊള്ളാം. അപ്പോ ഈ ചിന്ത, ഓർമ്മ, തീരുമാനമെടുക്കൽ, ഇതൊക്കെ തലച്ചോറിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ. അതെ. അതിന് പല വഴികളുണ്ട്. ഒന്ന്, ഈ ലബോറട്ടറി പരീക്ഷണങ്ങൾ, കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ്. ലാബിലോ? എങ്ങനെ? ഉദാഹരണത്തിന്, ആളുകൾക്ക് ചില പ്രത്യേക ടാസ്കുകൾ കൊടുക്കും. എന്നിട്ട് അവരുടെ പ്രതികരണ വേഗത, റിയാക്ഷൻ ടൈം, അല്ലെങ്കിൽ ഓർമ്മയുടെ കൃത്യത, അതായത് ആക്യുറസി, ഇതൊക്കെ അളക്കും. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കാര്യങ്ങൾ ഓർക്കാൻ കൊടുത്തിട്ട് ഓർമ്മയുടെ ലിമിറ്റ്സൊക്കെ മനസ്സിലാക്കാൻ നോക്കും. അപ്പോൾ ഈ പുതിയ ടെക്നോളജിയൊക്കെ സഹായിക്കുന്നുണ്ടാവും, ബ്രെയിൻ സ്കാനിംഗ് പോലത്തെ കാര്യങ്ങൾ? തീർച്ചയായും. അതാണ് അടുത്ത പ്രധാന രീതി. ഈ fMRI, PET സ്കാൻ പോലുള്ള ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്കുകളില്ലേ, ഉണ്ട്. അതുപയോഗിച്ച് ഒരു പ്രത്യേക ജോലി ചെയ്യുമ്പോൾ, അതായത് ചിന്തിക്കുമ്പോഴോ ഓർക്കുമ്പോഴോ ഒക്കെ, തലച്ചോറിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതൽ ആക്റ്റീവ് ആകുന്നത് എന്ന് നോക്കും. ഇപ്പൊ പുതിയ ഓർമ്മകൾ ഉണ്ടാക്കുമ്പോൾ ഹിപ്പോ ക്യാമ്പസ് എന്നൊരു ഭാഗം വളരെ പ്രധാനമാണ്. അത് സ്കാനിൽ കാണാൻ പറ്റും. കൊള്ളാം. പിന്നെ തലച്ചോറിന് എന്തെങ്കിലും ക്ഷതം പറ്റിയ ആളുകളെ പഠിക്കുന്നത്, അതും വലിയൊരു മേഖലയാണ്. കേട്ടിട്ടുണ്ട്. HM എന്ന രോഗിയെക്കുറിച്ചൊക്കെ. അതെ, HM വളരെ പ്രശസ്തമായൊരു കേസ് സ്റ്റഡിയാണ്. അദ്ദേഹത്തിന് പുതിയ ഓർമ്മകൾ ഉണ്ടാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരുന്നു. അത്തരം പഠനങ്ങൾ ഓർമ്മയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ സിമുലേഷനുകൾ, മോഡലുകൾ ഉണ്ടാക്കുക, അങ്ങനെ പല രീതികൾ ഒരുമിച്ചുപയോഗിച്ചാണ് മുന്നോട്ടു പോകുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ എങ്ങനെ കാണുന്നു, കേൾക്കുന്നു, ഓർക്കുന്നു, ചിന്തിക്കുന്നു എന്നതിൻ്റെയൊക്കെ പിന്നിലുള്ള ആ ഒരു മെക്കാനിസം, അതാണ് കോഗ്നിറ്റീവ് സൈക്കോളജി പഠിക്കുന്നത്. അതെ. നമ്മൾ ചുമ്മാ ലോകത്തെ റെക്കോർഡ് ചെയ്യല്ല, നമ്മുടെ മനസ്സ് അതിനെ വ്യാഖ്യാനിച്ച് ഒരർത്ഥം കൊടുത്താണ് ഓരോ അനുഭവം ഉണ്ടാകുന്നത്. വളരെ ശരിയാണ്. നമ്മുടെ ഓരോ അനുഭവവും ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ മനസ്സ് കൂടിച്ചേർന്ന് നിർമ്മിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ന്യൂറോ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, AI ഒക്കെയായിട്ട് നല്ല ബന്ധമുണ്ട്. ഈ ചർച്ച കേൾക്കുന്ന നിങ്ങളോടൊരു ചോദ്യം. നമ്മൾ ദിവസവും കാണുന്നതും അനുഭവിക്കുന്നതും,
അത് 100% യാഥാർത്ഥ്യമാണോ? അതോ നമ്മുടെ മനസ്സിന്റെ ചില ഫിൽറ്ററുകളും വ്യാഖ്യാനങ്ങളുമൊക്കെ ചേർന്നുണ്ടാകുന്ന ഒന്നാണോ? അതുപോലെ നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി. ഈ പ്രോബ്ലം സോൾവിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ. ചിലപ്പോൾ ഒരു പ്രശ്നത്തിന് ഉത്തരം കിട്ടാതെ നമ്മൾ വിഷമിച്ചിരിക്കും. എന്നിട്ട് കുറച്ചുനേരം അതൊന്ന് മാറ്റിവെച്ച് വേറെ എന്തെങ്കിലും ചെയ്ത് തിരിച്ചു വരുമ്പോഴോ പെട്ടെന്ന് ഉത്തരം മനസ്സിൽ വരും. അത് ശരിയാണ്, സംഭവിക്കാറുണ്ട്. ഈ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയും. നമ്മൾ ബോധപൂർവം ചിന്തിക്കുന്നില്ലെങ്കിലും നമ്മുടെ അബോധ മനസ്സ് ആ പ്രശ്നത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാമെന്നാണ് പറയുന്നത്. ശ്രദ്ധ കൊടുക്കാത്തപ്പോഴും നിങ്ങളുടെ മനസ്സ് പണിപ്പുരയിലാണെന്ന്. കൊള്ളാം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചിന്ത. ഇന്നത്തെ ഈ ഒരു അന്വേഷണം നമുക്കിവിടെ നിർത്താം.